ഇന്നത്തെ കണക്കനുസരിച്ച് 800 കോടിയിലധികം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ഭൂരിപക്ഷം ആളുകളും പെൻഷനായി ഇനിയും വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഓരോരുത്തരുടെയും ഈ 60 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ എന്തെല്ലാം വിലപ്പെട്ട അനുഭവ സമ്പത്തുകൾ ഉണ്ടെന്നറിയാമോ? മറ്റുള്ളവർക്ക് വളരെ വളരെ അത്യാവശ്യമായ എന്തെല്ലാം അറിവുകളുണ്ടെന്നറിയാമോ? ഇവയെല്ലാം വിലപ്പെട്ട താലന്തുകളാണ്. കർത്താവായ യേശു പറഞ്ഞ താലന്തുകളെ വ്യാപാരം ചെയ്യാൻ കൽപ്പിച്ച് ദാസന്മാർക്ക് താലന്തുകളെ കൊടുക്കുന്ന രാജാവിൻ്റെ ഉപമയോർക്കുക. നമ്മുടെ കൈകളിൽ ദൈവം തന്ന ഈ വിലപ്പെട്ട താലന്തുകളെ നാം വ്യാപാരം ചെയ്യണം. എന്താണ് വ്യാപാരം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നതാണ്. ഈ കൊടുക്കൽ വാങ്ങൽ നിമിത്തം എന്താണ് സംഭവിക്കുന്നത്? കൊടുക്കുന്നവർക്കും പ്രയോജനം, വാങ്ങുന്നവർക്കും പ്രയോജനം. ഈ വ്യാപാരം നടക്കാത്തിടത്ത് ആർക്കും പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ലാഭം നഷ്ടമാകുന്നു. അതെ, നമുക്ക് ദൈവം തന്ന താലന്തുകളെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുന്നവരാകുക. ചിലരുടെ താലന്തുകളെ വ്യാപാരം ചെയ്യുന്നതിന് സഹായിക്കുക. നമ്മുടെ അറിവിലുള്ള ആരും അവരുടെ താലന്തുകളെ കുഴിച്ചിടുന്നവരാകാൻ അനുവദിക്കരുത്. അവരെ ബോധവൽക്കരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനക്ഷമമായിരിക്കണം. ബലഹീനരെ താങ്ങുക, മാനം കുറഞ്ഞ അവയവങ്ങൾക്ക് മാനമണിയിക്കുക, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുക, മുടന്തുള്ളതിനെ ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് കാലുകൾക്ക് പാത നിരത്തുക. ക്രിസ്തു ഭാവന ചെയ്ത വ്യാപാരം നടക്കട്ടെ. ഈ ഒരു ജീവിതമേ നമുക്കുള്ളൂ. അത് നമുക്കും മറ്റുള്ളവ എല്ലാവർക്കും ഫലപ്രദമായി ഉപയോഗിക്കുക, അനുഗ്രഹീതമാക്കുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.